ചേച്ചി എന്റെ സ്നേഹം പ്രകടിപ്പിച്ചോട്ടെ. താങ്ക് യു. ഇരിക്കൂ. ഞാൻ ഒരുപാട് ചേച്ചീനെ എന്റെ സ്നേഹം ഞാൻ ചേച്ചിയോട് പ്രകടിപ്പിക്കാൻ നേരാ ഇങ്ങനെ ഞെക്കി പിടിക്കും, കഴുത്തി പിടിക്കും, ഉമ്മ കൊടുക്കും. ആ കൊടുക്കുന്ന ഉമ്മ ചില്ലറ ഒന്നല്ല, ഇന്ന് കെട്ടിപ്പിടിച്ച് ഞെക്കി പിടിച്ച എല്ലൊടിക്കുന്ന ഉമ്മയില്ലേ, അങ്ങനെയൊക്കെ ഞാൻ ചേച്ചിനോട് സ്നേഹം കല്യാണത്തിൽ നിന്നെ കണ്ട് ഓടും. എന്റെ സ്നേഹം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചിക്ക്. അത് കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ ഓടും. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ചേച്ചി സ്റ്റിൽ എങ്ങനെ ഇങ്ങനെ യൗവനായിട്ടിരിക്കുന്ന ടച്ച് വുഡ്? എന്താ നീ നന്നായിട്ട്? അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല, ഞാൻ ചേച്ചിയുടെ കാര്യം പറയുന്നത്. ഇത് ഈ പാത പിന്തുടരാനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാനും കുറവൊന്നുമില്ല ചേച്ചി, ഞാൻ ഹാപ്പി ആകുമ്പോ ഇങ്ങനെയാണ്. ആ, ഞാനല്ല ഹാപ്പി ആണെങ്കിൽ ശരിക്കും അങ്ങനെയാണ്. പക്ഷെ ഞാൻ പിന്നെ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെജിറ്റേറിയൻ, നേരത്തെ കഴിക്കും. ചിട്ട പറയണം. രാവിലെ നിങ്ങളൊക്കെ ടിഫിൻ എപ്പോഴാണ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 o'clock. ഞാൻ ഒരു 7:30 ആകുമ്പോൾ കഴിക്കും. അപ്പൊ എത്ര മണിക്ക് എണീക്കും ചേച്ചി? ഞാൻ 4:30 മണി. എന്ത് നല്ല മഴയെ കൂടെ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റാ ചേച്ചി. 4:30-5 മണിക്ക് എണീറ്റ് എനിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യോഗ ചെയ്യും. യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 7:30 to 8 എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് 12, എൻ്റെ വീട്ടിൽ 12-12:30 ആകുമ്പോൾ എനിക്ക് ആദ്യം ഫുഡ്, ഞാൻ ആദ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ കഴിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 1:30-2. എൻ്റെ അമ്മ 2:30 കഴിക്കും. സുരേഷ് ഏട്ടൻ 2:30-3 മണിക്കാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലേറ്റാണ്. പക്ഷെ ഞാൻ 12-12:30 ഞാൻ എൻ്റെ ലഞ്ച് കഴിയും. കുറച്ച് ആഹാരമേ കഴിക്കുള്ളൂ. പിന്നെ അരി പലഹാരം കൂടുതലും കഴിക്കാറില്ല. കിനോവ അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, അങ്ങനെയൊക്കെ ഐറ്റംസ്. പക്ഷെ നിറച്ചും വെജിറ്റബിൾസ് കഴിക്കും. അത് കഴിഞ്ഞാൽ രാത്രി എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് 6:30 to 7. ബിറ്റ്വീൻ 6:30 and 7 ചേച്ചി കഴിച്ചിരിക്കും. 6:30 വീട്ടിലിരിക്കുകയാണെങ്കിൽ 6:30 കഴിക്കും. വെളിയിലാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു 7 കഴിച്ചിരിക്കണം. എനിക്ക് 7:30 മുന്നേ കഴിക്കണം. മാക്സിമം 6:30 അങ്ങ് കഴിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ വൈകുന്നേരം ചായ, കടി അതൊന്നുമില്ല. എണ്ണ പലഹാരങ്ങളെ കഴിക്കില്ല. പക്ഷെ വയറ് ഫുള്ളാവും. പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് 9-9:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങും. ആരും ഉറങ്ങിയില്ലെങ്കിലും ആര് കിടന്നില്ലെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമില്ല, ഞാൻ കിടക്കും. അയ്യോ, അപ്പൊ ഇതുപോലൊക്കെ ഞാൻ ആക്കണം. എന്നിട്ട് ചിലപ്പോൾ വൈകുന്നേരം വാക്കിങ്ങിന് പോകും. ഒരു 20 to 30 minutes ഒക്കെ വാക്കിങ്ങിന് പോകും. അങ്ങനെ ചുരുക്കം പറഞ്ഞ ചേച്ചി നല്ല കൊച്ചാ. ഞങ്ങളുടെ ഒന്ന് കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുകയല്ല ചേച്ചി. സുരേഷ് ഏട്ടൻ തന്നെ പറയും 4 മണി 6 മണിയായി അവളുടെ അണ്ണാക്കിൽ എന്തെങ്കിലും കൊടുക്കും, 12 മണിയായി അവൾക്ക് എവിടെയെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ അവളിപ്പോൾ ഇവിടെ കിടന്ന് എൻ്റെ മക്കള് പറയും, ഈ ഒരു ആഡ് വരൂലേ, വിശന്നാ ഞാനായിരിക്കില്ല. അതാണ്. ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല, സ്വീറ്റ് കഴിക്കില്ല, അതൊന്നും കഴിക്കില്ല ചേച്ചി. സ്വീറ്റ്സ് കഴിക്കാറില്ല. കാർബ് കുറവാണ്. പിന്നെ പലഹാരങ്ങൾ കഴിക്കില്ല. പിന്നെ ഗ്ലൂട്ടൻ ഉള്ളതൊന്നും കഴിക്കില്ല. അതൊക്കെ പണ്ട് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഒരു ആഫ്റ്റർ 50 ഒക്കെ ആയപ്പോഴേക്കും എല്ലാം മാറി. എൻ്റെ റൂട്ടീൻ ലൈഫ് എല്ലാം മാറിപ്പോയി. നമ്മളെപ്പോഴും ഹെൽത്തി ഇൻ എ വൺ വേ നല്ലതല്ല ചേച്ചി. നമ്മളെപ്പോഴും നമ്മുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്ന് പറയില്ലേ, അതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബോഡിക്ക് തന്നെ ഒരു എനർജി കിട്ടും. നമ്മളെപ്പോഴും സ്പോർട്ടീവ് ആയിരിക്കും അല്ലേ? അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ആദ്യം 6:30 മണിക്ക് കഴിച്ച് 6:30-7 ചിട്ട് എനിക്ക് തോന്നും, അയ്യോ രാത്രിയിൽ വിശക്കും, പിന്നെ ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ വിശക്കും. അത് എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. വിശക്കും. ചിലപ്പോൾ പാതിരാത്രിയിൽ 1 മണിക്കൊക്കെ എണീറ്റ് നിന്ന് ഒരു പഴം എടുത്ത് കഴിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മൈൻഡ് കൺട്രോളാണ്. വിശക്കില്ല. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ച്, ചൂടുവെള്ളം കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ടീ എന്തെങ്കിലും കുടിച്ചിട്ട് വിശക്കേ ഇല്ല. പിന്നെ എനിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒന്നും ബാക്കി വെക്കരുത്. അന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞേക്കണം. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങണം. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ താഴെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. മിക്കവാറും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി മെയ്ഡിൻ്റെ കൂടെ അവരുടെ കൂടെയൊക്കെ ഇരുന്നാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ. Ali's Kitchen. Let's cook with love.